ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് മൂൺ ഇൻ ദ ഡേയുടെ തേർഡ് എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂറിയും കാണിച്ചുകൊണ്ടാണ്. അവള് ജുൻഹോന്റെയും ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് ഒരു അവാർഡ് കിട്ടുന്നു. അത് മാത്രമല്ല, അവരുടെ ആ ഒരു ഹെഡ് ആണെങ്കിൽ ഇതിനൊക്കെ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. അന്റാർട്ടിക്കയുടെ പ്രോഗ്രാമില് ഞങ്ങൾ 3 പേരെ സെലക്ട് ചെയ്തത്. അതിലൊരാള് നീയ. ഇത് കേട്ടത് നമ്മളെ യൂറിക്ക് ഒരുപാട് ഹാപ്പി അന്റാർട്ടിക്കയിൽ പോകാനുള്ള ഓഫറും കിട്ടിയത് കൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട്സിന് ഒരു പാർട്ടി വെക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളെ യൂറിയുടെ ധൈര്യത്തെക്കുറിച്ചും അവർക്ക് കിട്ടിയ അവാർഡിനെ കുറിച്ചും ഘോര നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. പാർട്ടിയിലാണെങ്കിൽ നമ്മളെ യൂറി അത്യാവശ്യം നന്നായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ഡ്രിങ്ക് ഒക്കെ ചെയ്ത് പുറത്തിറങ്ങുന്ന ടൈമാണ് യൂറി നമ്മളെ ജുൻഹോയുടെ ഒരു പോസ്റ്റർ കാണുന്നത്. പോസ്റ്റർ പോലെ എന്തൊരു ലുക്കാ! ശേ, ഞാൻ എന്തൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞ് തലക്കൊരു കൊട്ടു കൊടുത്തിട്ട്, നീ കാരണമാ എനിക്ക് അന്റാർട്ടിക്ക പോകാനുള്ള ഓഫർ കിട്ടിയത്, അതുകൊണ്ട് നിനക്ക് തിരികെ ചേഴ്സ് എന്നും പറഞ്ഞ് അങ്ങനെ ചേഴ്സും വെച്ച് തിരിഞ്ഞതും ദാണ്ട് മുന്നിൽ ദോഹയെ കണ്ട് യൂറി ചെറുതായിട്ട് ഷോക്കാവുന്നുണ്ട്. ദൈവമേ, ഇവനെന്തിപ്പോ ഇവിടെ? ഇവനോട് സംസാരിക്കാൻ നിന്ന് ശരിയാവില്ലെന്നും പറഞ്ഞ് നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മളെ ദോഹ കൈയോടെ യൂറിയെ പൊക്കുന്നുണ്ട്. ദോഹയാണ് യൂറിയോട്, ഇതാ നോക്ക് യൂറി, നീ എന്റെ ബോഡി ഗാർഡായിരുന്നു. ഇത് കേട്ട് നമ്മളെ യൂറി ഒരു മിനിറ്റ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും എന്തോന്ന് ബോഡി ഗാർഡും? ഇതാ നോക്ക് ജുൻഹോ, എനിക്കറിയാം നിനക്ക് ഈ ആക്സിഡന്റിന്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ ആ ഷോക്ക് മാറണമെങ്കിൽ നമ്മൾ തമ്മിലൊരു ഡിസ്റ്റൻസ് വേണം. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്റെ ബോഡി ഗാർഡ് ആവാൻ പറ്റത്തില്ല. നീ എവിടെയും പോകുന്നില്ല, നീ എന്റെ കൂടെ തന്നെ വേണം. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവനിത് എന്ത് തേങ്ങയായി പറയുന്നതെന്നുള്ള രീതിയിലാണ് നമ്മളെ യൂറി ദോഹേനെ നോക്കുന്നത്. അതെ, ഞാൻ അന്റാർട്ടിക്കയിലോട്ട് പോകാൻ പോവാ. ഇനി അതിന്റെ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞാൽ മാത്രം മതി. അതിന് നീ അന്റാർട്ടിക്ക പോത്തില്ലെങ്കിലോ? അത് കൊള്ളാലോ, ഞാൻ പോവാം. നീ പോത്തില്ല എന്നാ നമുക്കൊരു ബെറ്റ് വെച്ചാലോ? ഇത് കേട്ട് നമ്മുടെ ദോഹ നന്നായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, മുൻ ജന്മത്തില് നമ്മളെ ഹാന ഇതുപോലൊരു കാര്യത്തിന് ബെറ്റ് വെച്ചായിരുന്നു. അന്ന് ഹാന ബെറ്റ് വെച്ച അതേ ടോണിലാണ് ഇന്ന് നമ്മളെ യൂറി ബെറ്റ് വെച്ചേക്കുന്നത്. ബെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർവ്യൂല് നമ്മളെ യൂറി പാസ് ആവുകയാണെങ്കിൽ ദോഹ പിന്നെ യൂറിയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇത് കേട്ട് നമ്മൾ ദോഹയാണെങ്കിൽ, ഓക്കെ, നീ ബെറ്റ് ജയിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. പക്ഷെ ഞാനാ ജയിക്കുന്നെങ്കിൽ നീ എപ്പോഴും എന്റെ കൂടെ വേണം. എന്നെ വിട്ട് എവിടെയും പോകാൻ പാടില്ല. ഇപ്പൊ നമ്മളെ യൂറിയുടെ പുറകെ ദോഹ ചുറ്റിപ്പറ്റി നടക്കുന്ന കണക്ക് തന്നെ പാസ്റ്റില് നമ്മളെ ഹാന എപ്പോഴും ദോഹയുടെ പുറകെ ചുറ്റിപ്പറ്റി നടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മ ദോഹ ഹാനയോട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഹാനയാണെങ്കിൽ ഒരു ബെറ്റ് വെക്കുന്നുണ്ട്. ബെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വെള്ളത്തിൽ കുറെ കല്ലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെ ദോഹ അതിലൂടെ നടക്കണം. അതിലൂടെ നടക്കുന്ന ടൈമില് ദോഹ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മളെ യൂറി ഒരിക്കലും ആ കൊട്ടാരം വിട്ട് പുറത്തു പോകത്തില്ല. അതിലൂടെ പോവാന്ന് നമ്മളെ ദോഹ സമ്മതിക്കുമ്പം അവൻ വേറൊരു കണ്ടീഷനും കൂടെ വെക്കുന്നുണ്ട്. അഥവാ അവൻ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ദോഹ യൂറിയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ഹാനയും ദോഹ പറഞ്ഞ ആ ഒരു ബെറ്റിനോട് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ദോഹ ആ കല്ലിന്റെ പുറത്തോടെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ പാറ്റേണിൽ തന്നെ നമ്മളെ ജുൻഹോയുടെ വീട്ടില് ഒരു ഡിസൈൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മളെ ദോഹ അതിലൂടെ നടക്കാണിപ്പം. പാസ്റ്റില് ഹാനയാണെങ്കിൽ മാക്സിമം ദോഹയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കല്ലൊക്കെ എടുത്തെറിയുന്നുണ്ട്. പക്ഷെ ദോഹ കറക്റ്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദോഹ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹാന ഈ ബെറ്റി തോക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹാന ഓടിപ്പോയി ദോഹയെ പുറകിൽ നിന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ദോഹയൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇത് റൂൾസിനെതിരാണെന്ന് ദോഹ പറയുമ്പം ഹാനയാണെങ്കിൽ, റൂൾസിനെതിരാണെങ്കിലും എനിക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ നമ്മളെ ദോഹയാണെങ്കിൽ ഹാനയെ കിസ് ചെയ്യുന്നുണ്ട്. ഹാനയുടെ ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെ ഹാനയുടെ പുനർജന്മമായ നമ്മളെ യൂറിക്ക് പണിയെടുക്കാൻ ദോഹ തീരുമാനിക്കുന്നുണ്ട്. അടുത്ത സീനില് പിറ്റേ ദിവസം തന്റെ അച്ഛന്റെ കല്ലറയിലേക്ക് പോകുന്ന നമ്മള് യൂറിയാണ് കാണിക്കുന്നത്. ഒരു കുന്നിന്റെ മേലാണ് നമ്മളെ യൂറിയുടെ അച്ഛന്റെ കല്ലറ. അവൾ അവിടെ ചെന്നിട്ട്, അച്ഛൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു നല്ല ഫയർ ഫൈറ്റർ ആവാൻ പറ്റി. നമ്മളെ യൂറിക്ക് കിട്ടിയ അവാർഡ് അവൾ അവളുടെ അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അച്ഛാ, എനിക്ക് അന്റാർട്ടിക്ക പോകാനുള്ളൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇന്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനെ പോലെ തന്നെ ഒരു നല്ല ഫയർ ഫൈറ്റർ ആവാൻ എനിക്കും പറ്റുമെന്ന് നമ്മളെ യൂറി അച്ഛനോട് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനുമായിട്ട് കുറെ സംസാരിച്ച അവള് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുന്ന ടൈമാണ് ദൂരെന്ന് നടന്നു വരുന്ന നമ്മളെ ദോഹേനെ അസിസ്റ്റന്റിനെ കണ്ടത്. ഇവരെന്താ ഇവിടെയെന്നും പറഞ്ഞ് നമ്മളെ യൂറി അവരെ കണ്ടതും ഒരു മരത്തിന്റെ ബാക്കിലോട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ആക്ച്വലി അവര് രണ്ടുപേരും അവിടെ വന്നത്
നമ്മളെ സന്യാസിയുടെ ആശ്രമം അവിടെ എവിടെയോ വന്ന് അറിഞ്ഞിട്ടാണ്. എന്നാലും ഇവരെന്തായിരിക്കും ഇവിടെ? എന്തെങ്കിലും അവിടെ നിന്ന് ദോഹ അസിസ്റ്റന്റും നമ്മളെ യൂറി പാസ് ചെയ്തതും അവൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നുണ്ട്. ദോഹ അസിസ്റ്റന്റും നടന്ന് ലാസ്റ്റ് ആ ആശ്രമത്തിൽ എത്തുമ്പം അവിടെ ആണെങ്കിൽ ആ വയസ്സായ സന്യാസിയാണ് ഉള്ളത്. അയാളാണെങ്കിൽ ഇവരെ കണ്ടിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കാൻ നേരം നമ്മൾ ദോഹയാണെങ്കിൽ ഞങ്ങള് ഇവിടെ ഒരു മാജിക്കൽ പവറുള്ള മാലകൾ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു, അതൊക്കെ ഒന്ന് കാണാൻ വന്നേന്ന് പറയുമ്പോ നമ്മളെ സന്യാസിയാണെങ്കിൽ അതെല്ലാം അകത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാമെന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ അകത്ത് ചെന്നിട്ട് നമ്മളെ ദോഹയാണെങ്കിൽ യൂറിയുടെ കയ്യിലിരിക്കുന്ന ആ ഡിസൈനിലുള്ള മാല അവിടെ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ ആ ഡിസൈനിലുള്ള മാല മാത്രം നമ്മളെ ദോഹയ്ക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ദോഹ അവിടുന്ന് പോകുന്നുണ്ട്. ദോഹ ഈ കാണിച്ചതെല്ലാം ആ സന്യാസി അവിടെ നിന്നുകൊണ്ട് ഒളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ദോഹ പോയത് അവൻ ഓടിക്കൊണ്ട് അവന്റെ ഗുരുവിന്റെ അടുത്താണ് പോകുന്നത്. ഗുരു, ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് ആ റെയിൽവേ സ്റ്റേഷന് ഒരു പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആത്മാവ്, ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആത്മാവ് ഇപ്പൊ ഇവിടെ വന്ന ആ ചെറുക്കന്റെ കൂടെയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ഗുരു, ഇങ്ങനെ ചുമ്മാ നിരുന്നാൽ എങ്ങനെ? നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വന്നാലോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടരുത്. ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. ആ പെൺകുട്ടിയുടെ പുറകെ ഒരു ആത്മാവുണ്ടെങ്കിൽ അവള് മുൻജന്മത്തിൽ ചെയ്ത് എന്തെങ്കിലും തെറ്റ് കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ നീ അവരുടെ കാര്യത്തെ ഇടപെടാൻ പോകരുത്. ഇവിടെ നമ്മളെ യൂറി ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാൻ ബസ് കാത്തു നിൽക്കുന്ന ടൈമാണ് അവൾക്ക് അവളുടെ ഓഫീസിൽ നിന്ന് കോള് വരുന്നത്. ഹലോ യൂറി, നിനക്ക് രാവിലെ ഒരു ലെറ്റർ വന്നായിരുന്നു, അതില് നിന്റെ ഇന്റർവ്യൂ ക്യാൻസൽ ആയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിനക്കിപ്പോ ഒരു പബ്ലിക് ഡെമോ ആഡ് ഷൂട്ട് ചെയ്യാനുണ്ട്, നീ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തോട്ട് വരണമെന്നും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഉറപ്പായിട്ട് ആ ജുൻഹയുടെ പണിയാണെന്നും പറഞ്ഞാണ് നമ്മൾ യൂറി നിൽക്കുന്നത്. ഇവനെ കാരണം ഇത് എന്തൊരു ശല്യവാ, എന്തൊക്കെയാലും ഇത് അവനോട് ചോദിച്ചേ പറ്റത്തുള്ളൂ എന്ന് നമ്മളെ യൂറി നേരെ ദോഹയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവളങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തെത്തുമ്പോ നമ്മൾ ദോഹ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. നീ ഇതെങ്ങോട്ടാ പോന്ന, നിനക്കിട്ട് ഞാൻ പണി ഏതാന്നും പറഞ്ഞ് നമ്മളെ ദോഹയുടെ പുറകെ യൂറിയും പോകുന്നുണ്ട്. യൂറി നേരെ ദോഹ എടുത്ത് ചെല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ നമ്മളെ ദോഹ അതിനകത്തോട്ട് കയറുന്നുണ്ട്. അങ്ങനെ അകത്തോട്ട് കയറിയ ടൈമാണ് നമ്മളെ ദോഹയ്ക്ക് കിമ്മിന്റെ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. നിനക്ക് യൂറിയെ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് വരണമെന്നായിരുന്നു ആ മെസ്സേജ്. അടുത്ത സീനില് ജുൻഹോയ്ക്ക് സംഭവിച്ച ആക്സിഡന്റിന്റെ CCTV നോക്കുന്ന പാർക്കിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ CCTV നോക്കുന്ന ടൈമിലാണ് നമ്മളെ ജുൻഹോയ്ക്ക് നടന്നത് വെറും ഒരു ആക്സിഡന്റ് അല്ല, അവനെ ആരോ കരുതിക്കുട്ടി കൊല്ലാൻ നോക്കിയതാണെന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ഇതേ സമയം നമ്മളെ യൂറിയാണെങ്കിൽ ദോഹയെ തപ്പി ആ സെറ്റ് ഫുള്ള് കറങ്ങി നടക്കുന്നുണ്ട്. ആക്ച്വലി അവളെ ആ കിമ്പ് പിടിച്ചുകൊണ്ടൊന്നും പോയില്ലായിരുന്നു, നമ്മളെ ദോഹയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞായിരുന്നു. അകത്തൊന്നും ദോഹയെ കാണാത്തോണ്ട് നമ്മളെ യൂറി നേരെ പുറത്തിറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങുന്ന ടൈമാണ് അവിടെ നമ്മളെ ജുൻഹോന്റെ കാറ് കിടക്കുന്നത് അവൾ കാണുന്നത്. അവള് നേരെ ആ കാറിന്റെ അടുത്ത് ചെന്നിട്ട് ജുൻഹോ ജുൻഹോ എന്ന് നമ്മളെ ദോഹേനെ ഒരുപാട് കിടന്ന് വിളിക്കുന്നുണ്ട്. ജുൻഹോയുടെ ബോഡിയിലുള്ള ദോഹയാണെങ്കിൽ അതിന്റെ റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല. അവള് എന്തോ ഒരു ഡൗട്ട് തോന്നി കാറിന്റെ വിൻഡോയിലൂടെ നോക്കുന്ന നേരമാണ് അവിടെ നമ്മളെ ദോഹ ബോധം കെട്ട് വീഴേക്കുന്നത് അവള് കാണുന്നത്. അവള് പെട്ടെന്ന് തന്നെ കാറ് തുറന്ന് അതിനകത്ത് കയറി നമ്മളെ ദോഹയ്ക്ക് CPR കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവന് ബോധം വരുന്നില്ല. അങ്ങനെ അവള് നോക്കാൻ നേരമാണ് കാറിന്റെ താഴെ ഒരു സിറിഞ്ച് കിടക്കുന്നത് കണ്ടത്. ആരോ നമ്മളെ ദോഹയെ മനഃപൂർവ്വം ബോധം കെടുത്തിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവനെ പിന്നെയും വിളിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കുന്ന ടൈമാണ് ആരോ പുറകെ കൂടെ വന്ന് നമ്മളെ യൂറിയുടെ തലക്കിട്ട് ഒരു അടി കൊടുക്കുന്നത്. അവിടെ വെച്ച് തന്നെ അവളുടെ ബോധവും പോകുന്നുണ്ട്. ജുൻഹോയുടെ ജീവൻ ആപത്തുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പാർക്ക് നേരെ ജുൻഹോയെ കാണാൻ വേണ്ടി ലൊക്കേഷനിലോട്ട് വരുന്നുണ്ട്. ലൊക്കേഷനിലോട്ട് പോകുന്ന പാർക്കാണെങ്കിൽ അസിസ്റ്റന്റിനെ വിളിച്ച് ജുൻഹോ അവിടെ ഉണ്ടോ എന്ന് തിരക്കുന്നുണ്ട്. ലൊക്കേഷനിൽ വരുന്ന പാർക്ക് ആദ്യം തന്നെ കാണുന്നത് കിമ്മിനെയാണ്. ജുൻഹോനെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയ പാർക്ക് നേരെ കിമ്മിന്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. കാരണം കിമ്മ നേരത്തെ നമ്മളെ ജുൻഹോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നല്ലോ. എടാ, മര്യാദക്ക് സത്യം പറഞ്ഞു, നീ എന്റെ അനിയനെ എന്താ ചെയ്തത്? കിമ്മാണെങ്കിൽ പാർക്കിനെ കളിയാക്കിയാണ് സംസാരിക്കുന്നത്. പിന്നെ കൊച്ചുകുട്ടിയല്ലേ നിന്റെ അനിയൻ കളഞ്ഞു പോകാൻ വേണ്ടി, അവൻ എവിടെയെങ്കിലും പോയെന്ന് പറഞ്ഞാൽ അത് എന്റെ തലയിൽ കൊണ്ടിടാൻ വേണ്ടി നോക്കരുത്. ഇവിടെ അതേ സമയം നമ്മളെ യൂറിക്ക് ബോധം വരുന്നുണ്ട്. അവളെ നോക്കാൻ നേരം അവരുടെ ചുറ്റിനും അവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്ന ആൾക്കാരുണ്ട്. അവളുടെ പോക്കറ്റിൽ കിടന്നൊരു കത്തി ഉപയോഗിച്ച് കൈ കെട്ടിയിരുന്ന കയറ് നമ്മളെ യൂറി അറുത്ത് മാറ്റുന്നുണ്ട്. ഫയർ ഫൈറ്റർ ആയ എല്ലാ സിറ്റുവേഷനും ഫേസ് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മളെ യൂറി അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ആ കയറ് അറുത്ത് മാറ്റുന്നുണ്ട്. അതേ ടൈം തന്നെയാണ് അങ്ങോട്ടേക്ക് ഒരുത്തം വന്ന് അവരെ നോക്കുന്നുണ്ട്. എടാ, ഇവിടെ അവളെ കാണാനില്ലല്ലോ, അവൾ ഇതെവിടെ പോയി? ഇതും പറഞ്ഞ് തിരിയുന്നവൻ കാണുന്നത് അവന്റെ ബാക്കിൽ നിന്നവനെ നമ്മളെ യൂറി അടിച്ച് തറയിലിടുന്നതാണ്. സ്നേഹിക്കുന്നവർക്ക് ഞാൻ ജീവൻ കൊടുക്കും, എന്നെ ഉപദ്രവിക്കാൻ നോക്കിയാൽ ഞാൻ നിന്റെയൊക്കെ ജീവൻ എടുക്കുമെന്നും പറഞ്ഞ് അവന്മാരെ ഫൈറ്റിന് നമ്മളെ ഹീറോയിൻ വിളിക്കുമ്പം പക്ഷെ അതിലെ ഹെഡാന്ന് തോന്നുന്നവന് നമ്മുടെ ഹീറോയിൻ പറയുന്നതായിട്ട് ചിരിയാണ് വരുന്നത്. നീ അത്രയ്ക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യോ, എന്നാ ബാ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് വെക്കാന്നും പറഞ്ഞ് അവന്മാരുമായിട്ട് നമ്മളെ യൂറി നല്ല വൃത്തിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് അവന്മാര് ചെറുതായി ഷോക്ക് ആവുന്നുണ്ട്. ഒരുപാട് പേരുണ്ടായുണ്ട്. അധിക നേരമൊന്നും നമ്മളെ യൂറിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അവിടുന്ന് ഒരുത്തൻ നമ്മളെ യൂറിയെ ആ മേളിനെ തള്ളി താഴെ ഇടുന്നുണ്ട്. വീഴുന്ന വീഴ്ചയില അവളുടെ ബോധവും പോകുന്നുണ്ട്. കാണാൻ ഒരു ഇച്ചിരി ഉള്ളെങ്കിലും ഇവരുടെ ഫൈറ്റിംഗ് സ്കില്ല് അടിപൊളിയാന്ന് താഴെ കിടക്കുന്ന യൂറിയെ നോക്കി അവന്മാര് പറയുന്നുണ്ട്.
ഇവിടെ അതേസമയം പാർക്ക് പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ പാർക്കും കിമ്മും പോലീസും എല്ലാം കൂടെ അവിടെ നിൽക്കുന്ന ടൈമാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നത്. ആ കാറ് കണ്ട് കിം ആണെങ്കിൽ നന്നായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ആർക്കാണെങ്കിൽ ഓടി ആ കാറിൽ നിന്നിറങ്ങിയവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എടാ നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? സാറല്ലേ പറഞ്ഞത് 1 മണിക്ക് വന്ന ജുൻഹോയെ കിഡ്നാപ്പ് ചെയ്യണമെന്ന്? അതാ ഞങ്ങൾ വന്നത്. കിമ്മ നോക്കാൻ നേരം 1 മണി ആവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളല്ലേ അവനെ കിഡ്നാപ്പ് ചെയ്തത്? ഞങ്ങളല്ല. പക്ഷെ നമ്മൾ കിമ്മി പറഞ്ഞത് ഉറക്കെ ആയിപ്പോയുണ്ട്. അങ്ങോട്ടേക്ക് പോലീസ് വന്ന് നമ്മൾ കിമ്മിനോട് അപ്പൊ നീ ജുൻഹോനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നല്ലേ എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കിം അല്ലെങ്കിൽ പിന്നെ ജുൻഹോനെ ആരാക്കി കിഡ്നാപ്പ് ചെയ്ത് അയാളെ കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് വേറെ ആരുമല്ലായിരുന്നു, നമ്മളെ യൂറി ജീവൻ രക്ഷിച്ച മിൻഹോ ആയിരുന്നു. അയാൾ എന്തിനായിരിക്കും ജുൻഹോനെ കൊല്ലാൻ നോക്കുന്നത്? അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തൊക്കെയായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് നാൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് എന്റെ ഹെൽത്ത് ഒട്ടും ഒക്കെ അല്ലായിരുന്നു. അടുത്ത എപ്പിസോഡിലോട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പൊ ടാറ്റാ ബൈ ബൈ.